വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് കോർണർ. അപ്പോൾ ഇത് എൻ്റെ ചാനൽ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കവായി ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാം. അപ്പം ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു റഫ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു റഫ് പേപ്പർ തന്നെ മതിയാവട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്ക് വലുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ ചെറുത്, ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. ഫ്ലാറ്റ് ടിപ്സ് നമുക്ക് ഈ വലിയ വലിയ നമ്മുടെ ഗ്രിഡ് ലൈറ്റ്സ് അങ്ങനത്തെ വലിയ നല്ല എസ്തറ്റിക് ആയിട്ടൊക്കെ വരയ്ക്കാനായിട്ട് ഇത് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഇത് ആമസോണിൽ 36 പീസ്, 40 പീസ്, 60 പീസൊക്കെ കുറേ വരുന്നതുണ്ട്. പിന്നെ ഇതിന് 18 ഷെയ്ഡ്സാണ് ഞാൻ വാങ്ങിച്ചത്, അതുകൊണ്ട് തന്നെ അധികം പേസ്റ്റൽ കളേഴ്സൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഡിസൈൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ വരച്ചു കൊടുക്കുന്നത് ചെറിയാണ്. ചെറിയ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ചെറിയ വരച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം റെഡ് വെച്ചിട്ട് 2 ഡോട്ട്സ് സർക്കിൾസ് വരച്ചു കൊടുക്കുക. പിന്നെ ഞാൻ വെള്ള സ്കെച്ച് വെച്ചിട്ട് ഒരു ഗ്രീൻ ഓപ്പോസിറ്റ് വീല് ഓപ്പോസിറ്റ് അടുത്ത ഡിസൈനിലേക്ക് പോവാം. അടുത്ത ഞാനൊരു പേസ്റ്റൽ ബ്ലൂ വരുന്ന ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. ഗ്രിഡ് പാറ്റേൺ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്രിഡ് പാറ്റേൺ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് പാറ്റേൺ ഗ്രിഡ് ലൈൻസ്. പിന്നെ നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്യാം. അടുത്തത് ഞാനൊരു ഡാർക്ക് പേർപ്പിൾ ഇല്ല, ലൈറ്റ് പേർപ്പിൾ ഇല്ല, അതുകൊണ്ട് ഞാൻ പെൻസിൽ കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ. ഗ്രിഡ് പാറ്റേൺ തന്നെയാണ്. ഇത് കുറച്ച് വ്യത്യാസത്തിലുള്ള ഒരു ഗ്രിഡ് പാറ്റേൺ ആണ്. അടുത്ത് നമുക്ക് സ്ട്രോബെറി വരയ്ക്കാം. സ്ട്രോബെറി വരയ്ക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, നല്ല വൃത്തി വരയ്ക്കാൻ അറിയില്ല. പിന്നെ ഏകദേശം അതുപോലെയൊക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കളർ പെൻസിൽസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വരച്ചത് സ്ട്രോബെറി. പിന്നെ ഞാൻ എൻ്റെ ഗ്രീന് കൊടുത്തു. പിന്നെ ഇത് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനൊരു ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഗ്രിഡ് പാറ്റേണും കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് അടുത്തത് വാഷി ടേപ്പിലേക്ക് പോവാം. വാഷി ടേപ്പ് ഞാനിവിടെ 2 ചെയ്യുന്നുള്ളൂ, 2 വാഷി ടേപ്പ്. ആദ്യം പേപ്പർ സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഞാൻ മാർക്കേഴ്സ് വെച്ചിട്ട് കൊടുത്തു. പിന്നെ അത് തീർന്നു പോയാലും നോർമൽ സ്കെച്ച് വെച്ചിട്ട് കൊടുത്തു. അതുകൊണ്ട് അധികം ഭംഗി ഉണ്ടായിരുന്നില്ല, 2 കളർ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ അതിലേക്ക് ഡാർക്ക് പിങ്ക് വെച്ചിട്ട് ഹാർട്ട് വരച്ചു കൊടുത്തു. അടുത്തത് ഒരു വയലറ്റ് വെച്ചിട്ട് ഒരു ഗ്രിഡ് പാറ്റേൺ ആണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഈസി ആയിട്ട് 2 വരച്ചു കൊടുത്തു. അടുത്തത് ഒരു പേപ്പർ റോൾ ചെയ്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ വരച്ചിട്ടുള്ള വാഷി ടേപ്പ് ഒന്ന് സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു പീസ് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഒത്തിരി ഒന്നും എടുക്കരുത്. അപ്പോൾ നമുക്ക് അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പിന്നെ വരില്ല. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചെറിയൊരു പീസ്. പിന്നെ അത് ഫുള്ളൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഫുള്ളൊന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അവിടെ നിർത്തണമല്ലോ. അപ്പോൾ നിർത്താനായിട്ട് ആദ്യം ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് കുഞ്ഞ് സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ എൻഡ് പോർഷനിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വലിച്ചെടുക്കാനും കട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇതിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് അറിയാതെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് അത് വാഷി ടേപ്പിന് മുകളിൽ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഞാൻ വലിച്ചിട്ട് അങ്ങോട്ട് അധികം വരാത്തത്. നല്ല ഒരു എൻഡിൽ ഒട്ടിച്ചിട്ട് അടുത്ത എൻഡിലേക്ക് ആയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരും. അതുകൊണ്ടാണ് എൻ്റേത് വരാതെ ഞാൻ അങ്ങനെ ഒട്ടിച്ചുകൊണ്ട്. ഇനി നമുക്ക് അടുത്ത വാഷി ടേപ്പ് ഇതുപോലെ ചെയ്തെടുക്കാം.
ഞാൻ ജേർണൽ സെറ്റ് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. വേറെ വേറെ ഡിസൈനിൽ ചുമ്മാതെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ചെയ്ത വാഷി ടേപ്പൊക്കെയാണ് കേട്ടോ ഈ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് സ്റ്റാമ്പാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. സ്റ്റാമ്പ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. പക്ഷേ എനിക്ക് ഈ കട്ട് ചെയ്യുന്ന പ്രോസസ്സ് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പം ഏകദേശം പഠിച്ചിട്ടുണ്ട്. ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്ട്രിപ്പായിട്ട് കുറച്ച് വണ്ണമുള്ള സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളതൊന്ന് ഫോൾഡ് ചെയ്യണം. ഞാൻ ഇതുപോലെ ഒരു 4 എണ്ണം വരുന്ന പോലെയാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പീസ് എനിക്ക് കിട്ടി. ഇനി നമുക്കിതിന് ഡിസൈൻസ് കൊടുക്കണം. ഡിസൈൻസ് കൊടുത്തതിന് മുമ്പ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സൈഡിലും ശരിക്കും കട്ട് ചെയ്യണം. പക്ഷേ സൈഡ് കട്ട് ചെയ്യാൻ അത് ഫുൾ ഇളകിപ്പോരും ഞാൻ കട്ട് ചെയ്താൽ. അതുകൊണ്ട് ഞാൻ മുകളിലും താഴെയായിട്ട് മാത്രമേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ, ഈ വീഡിയോ കാണുന്ന പോലെ. ഇനി നമുക്കിതിന് ഡിസൈൻസ് കൊടുക്കാം. ഡിസൈൻസ് ഞാൻ കൊടുക്കുന്നത് ഒരു റോസ് ഫ്ലവർ കൊടുത്തു കളർ പെൻസിൽ വെച്ചിട്ട്. പിന്നെ നമ്മുടെ ഹാർട്ട് വരച്ചു കൊടുത്തു, പർപ്പിൾ വരുന്നത്. പിന്നെ ക്ലൗഡ്സ് വരച്ചു കൊടുത്തു. പിന്നെ ഒരു ചെറിയ നമുക്ക് വിടാൻ പാടില്ലല്ലോ. ചെറിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്കലും ചെറിയ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത കോട്ട് ലേബിൾസ് ആണ്. കോട്ട് ലേബിൾസ് ഞാൻ എന്താ കാണിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസിയാണ് കേട്ടോ. അത് ചുമ്മാതെ കോട്ട്സ് എഴുതിയിട്ട് വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് ഇതുപോലെ ആവശ്യമുള്ള സമയത്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് ലേബിൾസാണ്. 2 ലേബിൾസേ റെഫറൻസിനായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഒത്തിരി ലേബിൾസ് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.